Good morning, everyone. Today we are going to learn 9th Standard History Chapter 6 സമന്വയത്തിന്റെ ഇന്ത്യ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ബാലൻസ് ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഏതൊക്കെയാണ്? സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രശസ്ത ശൈവ സന്യാസിയായിരുന്നു ആര്? അക്ബർ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ആഴ്വാർമാരെ കുറിച്ച്, അതുപോലെ നായനാർമാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വീരശൈവ പ്രസ്ഥാനം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇത് വീരശൈവ പ്രസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയിൽ ജീവിച്ചിരുന്ന ബസവണ്ണയുടെ വചന സാഹിത്യത്തിലെ ഏതാനും വരികളാണ് ഒരു കോഴ്സായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ബസവണ്ണയുടെ കർണാടകയിൽ ജീവിച്ചിരുന്ന ബസവണ്ണയുടെ വരികളാണ്. ചിലപ്പോൾ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതുപോലെ വരികൾ തന്നിട്ട് ഇത് ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ ആരാണ്? ബസവണ്ണ എഴുതിയതാണ് എന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ഒരു ജനകീയ പ്രസ്ഥാനമായിരുന്നു ഏത്? വീരശൈവ പ്രസ്ഥാനം. അപ്പോ ഏത് നൂറ്റാണ്ടിലാണ്? 12ാം നൂറ്റാണ്ടിൽ. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, 12ാം നൂറ്റാണ്ടിൽ കർണാടകയിൽ രൂപം കൊണ്ട ഒരു ജനകീയ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വീരശൈവ പ്രസ്ഥാനമാണ്. അതായത് വീരശൈവർ കഴുത്തിൽ ശിവലിംഗം ധരിക്കുന്നത് കൊണ്ട് ലിംഗായത്തുകൾ എന്നും അറിയപ്പെട്ടു. അപ്പോൾ വീരശൈവറിൽപ്പെട്ട ആളുകൾ എന്താണ്? കഴുത്തിൽ എന്ത് ധരിക്കും? അതായത് ശിവലിംഗം ധരിക്കും. ശിവലിംഗത്തിന്റെ മോഡലുള്ള ആ ഒരിതാണ് അവർ ധരിക്കുന്നത്. അതുകൊണ്ട് അവരെ ലിംഗായത്തുകൾ എന്നും അറിയപ്പെടുന്നു. അടുത്തത് ബസവണ്ണയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ നേതാവ്. അപ്പോ ഇപ്പോ ഏതാണ് നമ്മൾ പഠിക്കുന്നത്? വീരശൈവ പ്രസ്ഥാനം. അതിന്റെ നേതാവ് ആരായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരാണ് വീരശൈവ പ്രസ്ഥാനത്തിന്റെ നേതാവ്? ബസവണ്ണ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതും ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ലിംഗവിവേചനത്തിനും അതുപോലെ ജാതി വിവേചനത്തിനുമെതിരെ ആദ്യമായി രംഗത്ത് വന്ന പ്രസ്ഥാനമായിരുന്നു ശൈവരുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് അത്? ചിലപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ലിംഗവിവേചനത്തിനും ജാതി വിവേചനത്തിനുമെതിരെ ആദ്യമായി രംഗത്ത് വന്ന പ്രസ്ഥാനം ഏതാണ്? വീരശൈവ പ്രസ്ഥാനമാണ്. അപ്പോ അതുപോലെ തന്നെ ശിവഭക്തരായിരിക്കും എപ്പോഴും വീരശൈവർ എന്ന് പറയുന്നവർ ശിവഭക്തരാണ്. ഓക്കെ, അതുപോലെ 12ാം നൂറ്റാണ്ടിൽ ലിംഗായത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദിയാണ് അനുഭവ മണ്ഡപം. അപ്പോ നമ്മൾ പഠിച്ചു എന്താണ് ലിംഗായത്ത് എന്ന് പഠിച്ചത്. വീരശൈവർ കഴുത്തിൽ ശിവലിംഗം ധരിക്കുന്നത് കൊണ്ട് അവരെ ലിംഗായത്തുകൾ എന്ന് പറയുന്നു. അവരെന്ത് ചെയ്തു? ഈ ഒരു ലിംഗായത്തിന്റെ വിഭാഗത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദിയായിരുന്നു. അപ്പൊ ചിലപ്പോ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ലിംഗായത്തുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട ഒരു ജനാധിപത്യ വേദിയെ അറിയപ്പെടുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അനുഭവ മണ്ഡപം എന്നാണ്. അത് ഓർത്തു വെക്കുക. അതുപോലെ ബസവണ്ണയുടെ നേതൃത്വത്തിൽ അനുഭവ മണ്ഡപത്തിൽ കൂടിയ സമ്മേളനങ്ങളിൽ ജാതി മത സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും, അതായിരുന്നു ഇതിന്റെ പ്രത്യേകത, അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പങ്കാളിത്തമാണ്. അതായത് ആർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ സമൂഹത്തിലെ അസമത്വങ്ങളെ എതിർക്കുന്നതിനും ജാതി മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതിനും ഇതെന്ത് ചെയ്തു? വഴിതെളിച്ചു. അതുപോലെ തൊഴിലിന്റെ മഹത്വത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞതും ബസവണ്ണയാണ്. എല്ലാ വ്യക്തികളും ഏതെങ്കിലും ഒരു തൊഴിൽ സ്വീകരിക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അതായത് എല്ലാ ജനങ്ങൾക്കും ഒരു തൊഴിൽ അത്യാവശ്യമാണ് എന്ന് ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ ഈ ബസവണ്ണയായിരുന്നു. അതുപോലെ തന്നെ ആത്മാർത്ഥമായി തൊഴിൽ ചെയ്താൽ മാത്രം പോലെ അതിൽ ആത്മാർത്ഥത കൂടി വേണമെന്നും ബസവണ്ണ ഉപദേശിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അതായത് നാം എന്ത് തന്നെ പ്രവൃത്തി, അതായത് എന്ത് ജോലി തന്നെ നമ്മൾ ചെയ്താലും ആ പ്രവൃത്തിയിലൂടെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ എല്ലാ തൊഴിലിനും എന്തുണ്ട്? അതിൻ്റെതായ മാഹാത്മ്യമുണ്ട് എന്നാണ് ബസവണ്ണ ഓർമ്മപ്പെടുത്തിയത്. അടുത്തത് വീരശൈവ പ്രസ്ഥാനവുമായി
ബന്ധപ്പെട്ടാണ് കന്നഡ ഭാഷയിലെ സാഹിത്യ രൂപമായ വചന സാഹിത്യം പ്രസിദ്ധമായത്. അപ്പോൾ വചന സാഹിത്യം എന്ന് പറയുന്നത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് സാഹിത്യ രൂപമായ വചന സാഹിത്യം പ്രസിദ്ധമായത് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണ്? വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഏത് സാഹിത്യ രൂപമാണ്? കന്നഡ ഭാഷയിലെ സാഹിത്യ രൂപമാണ് വചന സാഹിത്യം. അതും ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് ഭാഷയിലെ സാഹിത്യ രൂപമാണ് വീരശൈവ പ്രസ്ഥാനത്തിലെ വചന സാഹിത്യം എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണ്? കന്നഡ ഭാഷയിലാണ്. അപ്പൊ തിരിച്ചു മറിച്ചും ഒക്കെ പഠിച്ചു വെച്ചാൽ മാത്രമേ തിരിച്ചു മറിച്ചും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അടുത്തത് ബസവണ്ണ, അല്ലമപ്രഭു, അക്ക, മഹാദേവി എന്നിവർ ആരായിരുന്നു? വചന സാഹിത്യത്തിൽ വലിയ സംഭാവന നൽകിയവരാണ്. അപ്പോ നമ്മുടെ വീരശൈവ പ്രസ്ഥാനത്തിന്റെ ആ കാലഘട്ടത്തിൽ വചന സാഹിത്യത്തിൽ പ്രസിദ്ധരായ വചന സാഹിത്യത്തിൽ പ്രശസ്തരായ വ്യക്തികൾ ആരൊക്കെയെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരൊക്കെയാണ്? ബസവണ്ണ, അല്ലമപ്രഭു, അക്ക മഹാദേവി. ഇതും വായിച്ചു വെക്കുക. അതുപോലെ തന്നെ വചനങ്ങളിലൂടെ വേദങ്ങളുടെ പ്രാമാണികതയെ ചോദ്യം ചെയ്യുകയും സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ഇവർ ചെയ്തു. അതുപോലെ വചന സാഹിത്യം കന്നഡ ഭാഷയുടെ വളർച്ചയെ ഏറെ സഹായിക്കുന്നുണ്ടായി. അപ്പോൾ വചന സാഹിത്യം ഏറെക്കുറെ സഹായിച്ചത് കന്നഡ ഭാഷയുടെ വളർച്ചയ്ക്കാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ വേദങ്ങളെ കുറിച്ചൊക്കെ അതുപോലെ അതും സാമൂഹ്യ പരിഷ്കരണ ശ്രമങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു. ഏതാണ്? ഈ വചന സാഹിത്യം. അപ്പൊ എന്താണ് വചന സാഹിത്യം എന്ന് മനസ്സിലായല്ലോ. അപ്പോ വീരശൈവ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് നമ്മളിപ്പോ നോക്കിയത്. അപ്പൊ ഇവിടെ ഒരു കോളത്തില് നോക്കട്ടെ, ഇതെന്താണെന്ന് നോക്കാം. അതായത് വീരശൈവ പ്രസ്ഥാനം എന്തൊക്കെയാണ് ചെയ്തത്, അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെ എതിർത്തു. അതുപോലെ സ്ത്രീ പുരുഷ സമത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. പിന്നെ അതുപോലെ തന്നെ വിധവാ വിവാഹം, മിശ്രഭോജനം, പ്രായപൂർത്തി, വിവാഹം എന്നിവയൊക്കെ അവർ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ചിരുന്നു. പുനർജന്മ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്തിരുന്നു. അതുപോലെ സ്വാതന്ത്ര്യം, സാമൂഹിക നീതി എന്നീ ആശയങ്ങളൊക്കെ അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. അധ്വാനത്തിന്റെ മഹത്വമൊക്കെ ഉയർത്തിപ്പിടിച്ചു. അതായത് അധ്വാനിക്കണം എന്നുള്ളത്, ഓരോ വ്യക്തിയും ജോലി ചെയ്യണം എന്നാണ് വീരശൈവ പ്രസ്ഥാനത്തിന്റെ വാദം. ഓക്കെ, അണ്ടർസ്റ്റുഡ്. അടുത്തത് നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഭക്തി പ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ. അതായത് തമിഴ്നാട്ടിൽ ആണ് ഭക്തി പ്രസ്ഥാനം ആദ്യമായി ആരംഭിച്ചതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനം പിൽക്കാലത്ത് എവിടേക്ക് വ്യാപിക്കുകയുണ്ടായി? ഉത്തരേന്ത്യയിലേക്കും വ്യാപിച്ചു. ഇവിടെ കബീർ പറയുന്ന ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അക്കാലത്തെ ഒരു പ്രശസ്തനായ കവിയായിരുന്നു ആര്? കബീർ. കബീർ കൊടുത്ത ഒരു കോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. ചിലപ്പോ ഇങ്ങനൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇത് ആരെഴുതിയതാണ് എന്ന് ചോദിക്കും. അപ്പോ ഭക്തി പ്രസ്ഥാനം ദക്ഷിണേന്ത്യയിൽ നിന്ന് പിന്നെ എങ്ങോട്ട് വ്യാപിച്ചു? ഉത്തരേന്ത്യയിലോട്ടൊക്കെ വ്യാപിച്ചു. അപ്പൊ എങ്ങനെയായിരിക്കും, എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഭക്തി പ്രസ്ഥാനത്തിലെ പ്രമുഖനായിരുന്ന കബീറിന്റെ ദോഹയിലെ, അതായത് കബീറിന്റെ ദോഹയിലെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുക്കാണ്. അതില് അർത്ഥവത്തായ ഈരടികൾ, അതായത് ആ കവിതയിലെ വരികളാണ്, ഒരു ഭാഗമാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രമുഖൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? കബീറാണ്. ഭക്തി പ്രസ്ഥാനത്തിൽ പ്രമുഖൻ ആരാണ്? കബീറാണ്. കബീറിന്റെ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ദോഹ. ഏതാണ്? കബീറിന്റെ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ദോഹ. ഓർത്തു വെക്കുക. അതായത് ഖത്തറിന്റെ ക്യാപിറ്റൽ ആണ് അല്ലെ ദോഹ എന്നറിയപ്പെടുന്ന. അപ്പോ കബീറിന്റെ കൃതിയെ അറിയപ്പെടുന്ന പേരാണ് ദോഹ എന്നപ്പോ ഇവിടെ ദോഹ എന്ന് പറയുന്ന കബീറിന്റെ കൃതിയാണ്, ഓർത്തു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ആര്? ഹിന്ദുവും മുസ്ലിമും എന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം ഹിന്ദു മതവും ഇസ്ലാം മതവും തമ്മിൽ സാഹോദര്യ ബന്ധം വളർത്താൻ ശ്രമിച്ചു. അപ്പോ ഇദ്ദേഹം പറഞ്ഞ എന്താണ്? ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസ്ലിമും എന്നാണ് കബീർ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇവര് ഈ 2 മതക്കാരും എന്ത് ചെയ്യണം? സാഹോദര്യ ബന്ധം വളർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കബീർ ശ്രമിച്ചു. അതുപോലെ തന്നെ എല്ലാ ജാതിക്കാരെയും മതസ്ഥരെയും ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിന്റെ മതം പ്രചരിപ്പിക്കലായിരുന്നു കബീറിന്റെ ലക്ഷ്യം. അതായത് ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ മതക്കാരെയും മതസ്ഥരെയും ഒന്നിപ്പിക്കുക. സ്നേഹത്തിന്റെ മതം പ്രചരിപ്പിക്കലായിരുന്നു. അല്ലാതെ സ്നേഹത്തിന്റെ മതമാണ് അദ്ദേഹം പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചത്.
ജാതി, മതം, വർണ്ണം, കുടുംബം, സമ്പത്ത് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെ കബീർ ശക്തമായപ്പോ കബീർ ഇതിനെയൊക്കെ എതിർത്തിരുന്നു. ജാതിയെയും മതത്തെയും വർണ്ണത്തെയും കുടുംബത്തെയും സമ്പത്തിനെയും എല്ലാം കബീർ എതിർത്തിരുന്നു. അത് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയെയും അതുപോലെ തൊട്ടുകൂടായ്മയൊക്കെ ശക്തമായി എതിർത്തു. ഇദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകിയത് ഏതിനാണ്? മാനവിക ഐക്യത്തിനാണ്. അതായത് മനുഷ്യരുടെ ഐക്യത്തിനാണ് ഇദ്ദേഹം ഊന്നൽ നൽകിയത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ. അടുത്തത് വിഗ്രഹാരാധന, അതുപോലെ തീർത്ഥാടനം, പുണ്യനദി സ്നാനം എന്നിവയെ അദ്ദേഹം എന്ത് ചെയ്തു? നിരാകരിക്കുകയുണ്ടായി. പിന്നെ സന്യാസം സ്വീകരിക്കുന്നതിനായി ഇദ്ദേഹം എന്ത് ചെയ്തു? ഗാർഹിക ജീവിതം ഉപേക്ഷിക്കുന്നതിനെയും അദ്ദേഹം അനുകൂലിച്ചില്ല. അതായത് ഇദ്ദേഹം പറഞ്ഞ എന്താണ്? സന്യാസം എന്ന് പറയുന്നത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർഹിക ജീവിതം ഉപേക്ഷിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ സൂഫി ഭക്തി പാരമ്പര്യങ്ങളുമായുള്ള നിരന്തരമായ സംവാദത്തിന്റെയും ചർച്ചയുടെയും ഫലമായാണ് കബീറിന്റെ ആശയങ്ങൾ വികാസം പ്രാപിച്ചത്. അപ്പോൾ സൂഫിയുടെയും അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാനത്തിന്റെയൊക്കെ എല്ലാത്തിന്റെയും നിരന്തരമായ സംവാദത്തിലൂടെയും അതുപോലെ ചർച്ചയിലൂടെയൊക്കെ അതിന്റെയൊക്കെ ഫലമായാണ് കബീറിന്റെ ആശയങ്ങൾ, അതെല്ലാം ബേസ് ചെയ്താണ് കബീറിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആരാണ് കബീർ എന്ന് മനസ്സിലായല്ലോ. അതായത് ഭക്തി പ്രസ്ഥാനത്തിൽ പ്രമുഖനായിരുന്നു കബീർ. ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് ദോഹ, മറക്കരുത്. അദ്ദേഹത്തിന്റെ സവിശേഷതകൾ, ഇദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്, അതാണ് ഇതിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗുരു നാനാക്കാണ്. അപ്പോ ആരാണ് ഗുരു നാനാക്ക് എന്ന് നമുക്ക് നോക്കാം. ആരാണ് ഗുരു നാനാക്ക്? അതായത് ഏകദൈവ വിശ്വാസം, എന്താണ്? ഏകദൈവ വിശ്വാസത്തിന് ഊന്നൽ നൽകിയ മറ്റൊരു പ്രബോധകനാണ് ആര്? ഗുരു നാനാക്ക്. അപ്പോ ഏകദൈവ വിശ്വാസത്തിന് ഊന്നൽ നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഗുരു നാനാക്കാണ്. ഗുരു നാനാക്കാണ് ഏകദൈവ വിശ്വാസത്തിന് ഊന്നൽ നൽകിയ വ്യക്തി. അതുപോലെ തന്നെ ഇദ്ദേഹം ശ്രമിച്ചത് എന്താണ്? ഹിന്ദു ഇസ്ലാം മത തത്വങ്ങളിലെ ഹിന്ദു ഇസ്ലാം മതങ്ങളിലെ തത്വങ്ങളെ ഏകീകരിക്കാനാണ് നാനാക്ക് ശ്രമിച്ചത്. അതുപോലെ തന്നെ സഹിഷ്ണുത, അതുപോലെ സാർവത്രിക സാഹോദര്യം എന്നീ ആശയങ്ങളുടെ വക്താവായിരുന്ന അദ്ദേഹം ഹിന്ദു ഇസ്ലാം മതങ്ങളിലെ ബാഹ്യ അനുഷ്ഠാനങ്ങളെ എതിർത്തിരുന്നു. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ദൈവത്തിലേക്ക് എത്താൻ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ശുദ്ധി വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞ എന്താണ്? ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ദൈവത്തിലേക്ക് എത്താൻ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ശുദ്ധി വേണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗുരു നാനാക്കാണ്. അത് ഓർത്തു വെക്കുക. അപ്പൊ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കുറച്ചു നേരത്തെ ഭക്തിക്ക് ഇമ്പോർട്ടന്റ് നൽകിയത് ആരാണെന്ന് പഠിച്ചു. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലപോലെ തറവാക്കി വെച്ചാൽ മാത്രമേ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അതുപോലെ വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ എന്ത് ചെയ്തു? അദ്ദേഹം നിശ്ചിതമായി എതിർത്തു. പിന്നെ അതുപോലെ ഗൃഹസ്ഥന്റെ ചുമതലകൾ ആത്മീയ ജീവിതത്തോടൊപ്പം എന്ത് ചെയ്യണം? കൊണ്ടുപോകുന്ന ഒരു മധ്യമാർഗമാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എന്താണ്? ഗൃഹസ്ഥന്റെ ചുമതലകൾ ആത്മീയ ജീവിതത്തോടൊപ്പം കൊണ്ടുപോകണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഷാബാദ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ ആരുടെ സംഭാവനയാണ്? ഷാബാദ് എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? നമ്മുടെ ഗുരു നാനാക്കിന്റെ സംഭാവനയാണ് ഷാബാദ്. അപ്പോൾ ഷാബാദ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ ഗീത ആരുടെ സംഭാവനയാണ് എന്ന് ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കും. ആരുടെയാണ്? ഗുരു നാനാക്കിന്റെ. അല്ലെങ്കിൽ ഷാബാദ് എന്നറിയപ്പെടുന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിക്കും. ഏത് വിഭാഗമാണ്? പ്രാർത്ഥനാ ഗീതമാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ മനുഷ്യരെല്ലാം തുല്യരാണ്, അവർക്കിടയിൽ ജാതി വ്യത്യാസം പാടില്ല. ഇദ്ദേഹവും ജാതി വ്യവസ്ഥയെ എതിർത്തിരുന്നു. നമ്മളെ കബീർ എതിർത്ത പോലെ തന്നെ ഉറപ്പിച്ചു പറഞ്ഞു ഇദ്ദേഹവും. അതുപോലെ തന്റെ അനുയായികൾ ഒരു പൊതു അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് എല്ലാവർക്കും എല്ലാവരും ഈക്വൽ ആയിരിക്കണം, അതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. ഏതു ജാതിയിൽപ്പെട്ടവർക്കും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നും ഗുരു നാനാക്ക് പറയുകയുണ്ടായി. നാനാക്കിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിന്റെ ഉത്ഭവത്തിന് വഴിതെളിച്ചു. അപ്പോൾ സിഖ് മതത്തിന്റെ ഉത്ഭവത്തിന് വഴിതെളിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഗുരു നാനാക്കാണ്. ഏത് മതമാണ്? സിഖ് മതത്തിന്റെ ഉത്ഭവം കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ
ആരാണ്? ഗുരു നാനാക്കാണ്. അപ്പോ ഗുരു നാനാക്കിന്റെ പ്രാർത്ഥനാ ഗീതങ്ങളെ അറിയപ്പെട്ട പേരെന്താണ്? ഷാബാദാണ്. അപ്പോ ഗുരുനാനാക്ക് കബീർ ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ അത് നല്ല പോലെ വായിച്ചു നോക്കുക. അടുത്തത് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ഭക്തിയിലെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ചാണ്. അതായത് നമുക്കറിയാം നമ്മൾ ഈ മീരാഭായിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? കബീറിന്റെ, അതായത് ഭക്തി പ്രസ്ഥാനം നമ്മൾ പഠിച്ചപ്പോൾ അതില് മീരാഭായിയെ കുറിച്ച് ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതില് ഭക്തി പ്രസ്ഥാനത്തിലേക്ക് നിരവധി സ്ത്രീകളെയൊക്കെ ആകർഷിക്കപ്പെട്ടു. അവരിൽ പ്രധാനിയായിരുന്നു ആരായ? നമ്മുടെ രാജസ്ഥാനിലെ കവയത്രിയായിരുന്ന ആരാണ്? മീരാഭായി എന്ന് പറയുന്നത്. അപ്പൊ ആരായിരുന്നു? നമ്മുടെ പ്രധാനിയായിരുന്നു. ഏതില്? രാജസ്ഥാനിലെ കവയത്രിയായ മീരാഭായി ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാന ആകൃഷ്ടയായ ഒരു വ്യക്തിയിൽ ഒരാളായിരുന്നു. പോരാത്തതിന് ഇവര് എന്തായിരുന്നു? ഒരു കൃഷ്ണ ഭക്തയെ കൂടി ആയിരുന്നു. അത് ഓർത്തു വെക്കുക. മീരാഭായി അതുപോലെ തന്നെ ധാരാളം ഭജനകളൊക്കെ രചിച്ചു. അത് കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ടുള്ള ഭക്തി ഗാനങ്ങളാണ് ഇവർ രചിച്ച കൃതികളെല്ലാം. അതുപോലെ തന്നെ മീരാഭായിയുടെ ഗാനങ്ങൾ ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും ജനങ്ങൾ ഇപ്പോഴും ആലപിക്കുന്നുണ്ട്. മീരാഭായിക്ക് അതുപോലെ തന്നെ അനുയായികളുടെ ഒരു സംഘമോ വിഭാഗമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നൂറ്റാണ്ടുകളോളം പ്രചോദനത്തിന്റെ ഒരു ഉറവിടമായി അവർ അംഗീകരിക്കപ്പെട്ടു. ഇവർക്ക് പുറമെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീ സാന്നിധ്യം കാണാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴും ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ട് എന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ കാശ്മീരിലെ ലാൽ ദേദ്, മഹാരാഷ്ട്രയിലെ ഫഹിനാഭായ്, കർണാടകത്തിലെ അക്ക മഹാദേവി, തമിഴ്നാട്ടിലെ ആണ്ടാൾ, കാരയ്ക്കൽ അമ്മയാർ എന്നിവർ അവരിൽ പ്രമുഖരാണ്. നമ്മൾ കുറച്ചു നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഭക്തി പ്രസ്ഥാനം. അപ്പൊ അവരെല്ലാവരും ഇതില് പ്രമുഖരാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഇത്രയും ഒന്ന് വായിച്ചു വെക്കുക. അതായത് ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കവയിത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ മീരാഭായി ആണ്. അത് ഓർത്തു വെക്കുക. അടുത്തത് ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതായത് എന്തായിരിക്കും? ഈശ്വര അർപ്പണം എന്ന ലക്ഷ്യം വെച്ചാണ് ഭക്തി പ്രസ്ഥാനം രൂപപ്പെട്ടത്. എങ്കിലും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിൽ അത് എന്ത് ചെയ്തില്ല? ഗുണപരമായ ചില ഫലങ്ങളൊക്കെ ഉളവാക്കുകയും ഉണ്ടായി. അതുപോലെ തന്നെ ഈശ്വരന് മുന്നിൽ എല്ലാവരും തുല്യരാവണമെന്നായിരുന്നു ഭക്തി പ്രചാരകർ പാടിയും പറഞ്ഞും ഒക്കെ നടന്നിരുന്നത്. ജാതി വിവേചനത്തിനെതിരായ സാമൂഹിക സമത്വം എന്ന ചിന്ത ഇതുമൂലം ശക്തിപ്പെട്ടു. അതായത് സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം എന്ത് ചെയ്തു? രൂപപ്പെടാനൊക്കെ തുടങ്ങി. ജാതിയിൽ പിന്നോക്കക്കാരായ തിരുപ്പന ആഴ്വാറും കബീറും ലാൽ ദേദും ഭക്തി പ്രസ്ഥാനത്തെ നയിച്ചപ്പോൾ സാമൂഹിക അസമത്വം എന്ന ആശയത്തിന് കൂടുതൽ പ്രചാരം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രാദേശിക ഭാഷകൾ വികസിച്ചു, അനാചാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ നല്ല ഫലങ്ങൾ. അതായത് എന്തൊക്കെയാണ്? ഈശ്വരാർപ്പണം അതായിരിക്കണം മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്. ജാതി വിവേചനത്തിനേക്ക് അവർ എതിർത്തിരുന്നു. അതുപോലെ സ്ത്രീ പുരുഷ സമത്വം, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ പ്രാധാന്യമാണ് അവർ കൊടുത്തത്. ജാതി മത അടിസ്ഥാനമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവരുടെ ഒരു കഴിവെന്ന് പറയുന്ന പ്രാദേശിക ഭാഷകളൊക്കെ വികസിപ്പിക്കാനൊക്കെ ഇവർക്ക് പറ്റി. പിന്നെ അനാചാരങ്ങളൊക്കെ ഇവർ എതിർത്തിരുന്നു. ഇത് ഇത്രയാണ് അതിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രാദേശിക ഭാഷ വളർച്ചയുണ്ടായി. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, അതായത് ഇന്ത്യ ഒട്ടാകെയുള്ള ഭക്തി സൂഫി പ്രബോധകർ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് അതാത് പ്രദേശത്തുള്ള ഭാഷയിലായിരുന്നു. ഓക്കെ, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത്. ഇത് എന്ത് ചെയ്തു? പ്രാദേശിക ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായി. ഹിന്ദിയുടെ 2 രൂപങ്ങളായ ബ്രജും അവധിയും സംസാര ഭാഷയായി ഉപയോഗിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ഹിന്ദിയുടെ 2 രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ബ്രജും അതുപോലെ തന്നെ അവധിയുമാണ്. ബ്രജും അവധിയും ഇത് സംസാര ഭാഷയായി ഉപയോഗിക്കപ്പെട്ടിരുന്നു. പിന്നെ ഇത് കൂടാതെ പഞ്ചാബി, കന്നഡ, തെലുങ്ക്, അതുപോലെ ഒറിയ, ആസാമീസ്, മറാത്തി, ബംഗാളി, സിന്ധി, മലയാളം എന്നീ ഭാഷകളൊക്കെ എന്ത് ചെയ്തു? കൊണ്ടത് ഇക്കാലത്താണ്. അതായത് പ്രാദേശിക ഭാഷകളൊക്കെ രൂപം കൊണ്ടത് ഈ ഒരു പീരീഡ് ഓഫ് ടൈം ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഹിന്ദിയുടെ 2 രൂപങ്ങൾ ഏതൊക്കെയാണ്? ബ്രജും അവധിയും എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഉറുദു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
അതായത് ഉറുദു എന്ന വാച്യാർത്ഥം ക്യാമ്പ് എന്നാണ്. വിവിധ ഭാഷക്കാരായ പട്ടാളക്കാർ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷയായിരുന്നു ഏത്? ഉറുദു. ഇതിന്റെ വ്യാകരണം ഹിന്ദിയുടേതാണ്. വാക്കുകൾ എടുത്തിരിക്കുന്നത് പേർഷ്യൻ, തുർക്കി, ഹിന്ദി എന്നീ ഭാഷകളിലാണ്. അപ്പോൾ ഉറുദു എന്ന വാക്കിന്റെ വാച്യാർത്ഥം എന്താണ്? ക്യാമ്പ് എന്നാണ്. അതായത് വിവിധ ഭാഷക്കാര് കാണുമില്ലേ പട്ടാളത്തില്, അപ്പൊ അവർ തമ്മിൽ സംസാരിക്കാൻ ഉപയോഗിച്ച ഭാഷയായിരുന്നു ഏത്? ഉറുദു. ഇതിന്റെ വ്യാകരണം എപ്പോഴും ഏത് ഭാഷയിലായിരുന്നു? ഹിന്ദിയിലാണ് ഇതിന്റെ വ്യാകരണം. വാക്കുകൾ എടുത്തിരിക്കുന്നത് പേർഷ്യൻ, തുർക്കി, ഹിന്ദി എന്നീ ഭാഷകളിൽ നിന്നാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മധ്യകാലത്ത് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ എന്ത് ചെയ്തു? കോടതി ഭാഷ എപ്പോഴും എന്തോന്നായിരുന്നു? പേർഷ്യൻ ഭാഷയായിരുന്നു കോടതി ഭാഷ. അപ്പോൾ അതുപോലെ പ്രാദേശിക ഭാഷകളിലും പേർഷ്യൻ വാക്കുകൾ പ്രവേശിച്ചു. പേർഷ്യനും ഹിന്ദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി ഉറുദു എന്ന ഭാഷ രൂപം കൊണ്ടു. അപ്പോൾ പേർഷ്യൻ ഭാഷയും ഹിന്ദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായാണ് ഏത് ഭാഷ രൂപം കൊണ്ടത്? നമ്മുടെ ഉറുദു ഭാഷ. അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയിലെ സാംസ്കാരിക സമന്വയത്തിന്റെ മികച്ച ഉദാഹരണമാണ്, അതായത് സാംസ്കാരിക സമന്വയത്തിന്റെ മികച്ച ഉദാഹരണമായിരുന്നു നമ്മുടെ ഉറുദു ഭാഷ എന്ന് ഓർത്തുവെക്കുക. അതുപോലെ ഡെക്കാൻ പ്രദേശത്ത് സംസാരിച്ചിരുന്ന ഉറുദുവിന്റെ മേൽ തെലുങ്കിന്റെയും മറാത്തിയുടെയും ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു. ഉറുദു പട്ടണങ്ങളിലേക്ക് ഏറ്റവും പ്രചാരമുള്ള സംസാര ഭാഷയൊക്കെ ആയിട്ട് മാറുകയുണ്ടായി. അതുപോലെ തന്നെ പശ്ചിമ തീരപ്രദേശങ്ങളിൽ കച്ചവടക്കാർ അറബ് ഉപയോഗിച്ചിരുന്നു. അതുപോലെ അറബി പ്രാദേശിക ഭാഷകളെ സ്വാധീനിക്കുകയുണ്ടായി. കേരളത്തിൽ അറബിയുടെ സ്വാധീനം മൂലം അറബി മലയാളം എന്ന പുതിയ മിശ്ര ഭാഷാ രൂപവും നിലവിൽ വന്നു. അപ്പോൾ ഈ ഒരു പീരീഡ് ഓഫ് ടൈമില് അതായത് ഉറുദു ഭാഷ വന്നതിന് ശേഷം അറബികളുടെയൊക്കെ സ്വാധീനം കാരണം ഏത് ഭാഷ? അറബി മലയാളം എന്ന പുതിയ മിശ്ര ഭാഷാ രൂപമൊക്കെ നിലവിൽ വന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ സംസ്കൃതവും എന്ത് ചെയ്തു? ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. വിജയനഗര ഭരണാധികാരികളുടെ സഭയിൽ ആഘോഷ അവസരങ്ങളിലൊക്കെ സംസ്കൃതമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പിന്നെ സംസ്കൃതത്തിലുള്ള ബഹുജന സാഹിത്യങ്ങളായിരുന്നു അക്കാലത്തെ ഏതൊക്കെ? പുരാണങ്ങൾ, അതുപോലെ ഏതാണ്? രാമായണം, മഹാഭാരതം, അതുപോലെ എന്നിവ പ്രാദേശിക ഭാഷകളിലേക്ക് അക്കാലത്ത് കിട്ടാനൊക്കെ തുടങ്ങി. ഓക്കെ. അതുപോലെ തന്നെ ചില കവികളെയും എഴുത്തുകാരെയും പേർഷ്യൻ സാഹിത്യം വളരെയധികം സ്വാധീനിച്ചു. അക്കാലത്ത് ഏറ്റവും ശ്രദ്ധേയനായ പേർഷ്യൻ എഴുത്തുകാരൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രശസ്തനായ പേർഷ്യൻ എഴുത്തുകാരനാണ് അമീർ ഖുസ്രു. അത് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ കൃതികളുടെ ഉള്ളടക്കം ഇന്ത്യയുടെ ഉള്ള അദ്ദേഹത്തിന്റെ സ്നേഹവും ഇന്ത്യക്കാരനായതിലുള്ള അഭിമാനവും വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും ശ്രദ്ധേയനായ പേർഷ്യൻ സാഹിത്യകാരൻ ആരായിരുന്നു? അമീർ ഖുസ്രു. ഓർത്തുവെക്കുക. അതുപോലെ തന്നെ അക്കാലത്ത് എന്ത് ചെയ്തു? ഇന്ത്യൻ കൃതികളൊക്കെ പേർഷ്യൻ ഭാഷയിലേക്ക് തർജിമ ചെയ്യപ്പെട്ടു. അതായത് നമ്മുടെ രാമായണം, മഹാഭാരതം, അർത്ഥവേദം, ഉപനിഷത്തുക്കൾ എന്നിവയൊക്കെ എന്ത് ചെയ്തു? പേർഷ്യൻ ഭാഷയിലേക്ക് തർജിമ ചെയ്യപ്പെട്ടു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഇത് നമ്മൾ മുന്നിലുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്, കൽഹനൻ രചിച്ച ചരിത്ര ഗ്രന്ഥമായിരുന്നു ഏത്? രാജതരംഗിണി. ഓക്കെ. അപ്പോൾ കൽഹനന്റെ ചരിത്ര ഗ്രന്ഥം ഏതായിരുന്നു? രാജതരംഗിണി. അതുപോലെ തന്നെ കാശ്മീരിലെ രാജാവായിരുന്ന സൈനുൽ ആബിദിന്റെ കാലത്ത് പേർഷ്യനിലേക്ക് ഇത് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്ന് വികാസം പ്രാപിച്ച വേറൊരു ഭാഷയായിരുന്നു ഏത്? ഹിന്ദി. അതുപോലെ രാമാനന്ദനും കബീറും ഹിന്ദിയിൽ ധർമ്മോപദേശം നടത്തി. കബീറിന്റെ ദോഹകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹിന്ദി സാഹിത്യത്തിലെ മികച്ച സൃഷ്ടികൾക്ക് ഉദാഹരണമാണ് കബീറിന്റെ ദോഹ. അതുപോലെ തന്നെ സൂർദാസിന്റെ സുർസാഗർ. ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നല്ലപോലെ വായിക്കുക. അപ്പോൾ കബീറിന്റെ ഏതാണ് ഗ്രന്ഥം എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യം? ദോഹയാണ്. അതുപോലെ തന്നെ സൂർദാസിന്റെ സുർസാഗർ എന്ന് പറയും. ഏതാണ്? സൂർദാസിന്റെ സുർസാഗർ. പിന്നെ തുളസീദാസിന്റെ രാമചരിതമാനസ്, മീരാഭായിയുടെ ഏതാണ്? ഭജനകൾ, മാലിക് മുഹമ്മദ് ജയ്സിയുടെ പത്മാവതി എന്നിവ ഹിന്ദി ഭാഷയെ സമ്പുഷ്ടമാക്കി. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നല്ലപോലെ വായിച്ചു പഠിക്കുക. സൂർദാസിന്റെ സുർസാഗർ, തുളസീദാസിന്റെ രാമചരിതമാനസ്, മീരാഭായിയുടെ ഭജനകൾ, മാലിക് മുഹമ്മദ് ജയ്സിയുടെ പത്മാവതി. ഇത് ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ.
അടുത്തത് എന്താണ് ഭാഷ എന്ന് പറയുന്നത്? ബംഗാളി ഭാഷയിൽ ഏതൊക്കെ വന്നു? മഹാഭാരതം ബംഗാളിയിലേക്ക് വിവർത്തനം ചെയ്തു, മറാത്തി ബംഗാളി രാമായണം, അതുപോലെ ഗീതങ്ങൾ, മറാത്തിയിൽ ഗീതങ്ങളും ഒറിയയിൽ കാവ്യങ്ങളൊക്കെ രചിക്കുകയുണ്ടായി. ഇതിന്റെ രചയിതാക്കളുടെ പേര് ആരൊക്കെയാണ്? ശ്രീകര നന്ദിയും കവീന്ദ്രൻ. അതുപോലെ ബംഗാളി രാമായണത്തിന്റെ രചയിതാവ് ആരാണ്? കൃത്തിവാസ ഓജ. അതുപോലെ ഗീതങ്ങളുടെ പേര്, അതായത് രചയിതാവ് വമന പണ്ഡിറ്റ്. അതുപോലെ കാവ്യങ്ങളുടെ സരളദാസ്. ഇതൊക്കെ നല്ലപോലെ വായിച്ചു വെക്കുക. തെലുങ്കിലും മഹാഭാരതവും തെലുങ്കിലേക്ക് വിവർത്തനം നൽകിയത് ആരാണ്? നന്നയ്യയും തിക്കന യരപ്രകൃത എന്ന് പറയുന്ന ഒരാള്. തിക്കന യരപ്രകഥ. ഓക്കെ. അതുപോലെ തന്നെ തമിഴ് തിരുമുരൈ, അതെഴുതിയത് ആരാണ്? അപ്പറും സംബന്ധറും. അതുപോലെ 4000 ദിവ്യപ്രബന്ധം ആഴ്വാർമാരാണ് എഴുതിയത്. കന്നഡ കവിരാജമാർഗം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കവിരാജമാർഗം എഴുതിയത് ആരാണ്? അമോഘവർഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക. പിന്നെ അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് എഴുതിയത് ആരാണ്? എഴുത്തച്ഛൻ. ഇത് മലയാളത്തിലാണ്. അപ്പൊ ഇത് ഇത്രയും നല്ല തറവായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുകയാണ്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സൂർദാസ് പഠിച്ചു, മീരാഭായിയെ കുറിച്ച് പഠിച്ചു, കബീർദാസിനെ കുറിച്ച് പഠിച്ചു, ഉറുദു ഭാഷ, ഹിന്ദി ഭാഷ അതിനെക്കുറിച്ച് പഠിച്ചു, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം പഠിച്ചു, ഭക്തിയിലെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ച് പഠിച്ചു, ഗുരുനാനാക്കിനെ കുറിച്ച് പഠിച്ചു, പിന്നെ ആരാണ്? കബീറിനെ കുറിച്ച് പഠിച്ചു. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വീണ്ടും ഒരു ക്ലാസ്സായി വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ അതുവരേക്കും ഓക്കെ, താങ്ക് യു.